بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ورضي الله تعالى عن القطب المكتوم والبرزخ المختوم والخاتم المحمدي المعلوم أبي العباس أحمد ابن محمد التجاني الشريف الحسني وعن جميع ذرياته وخلفائه ومقدميه وفقرائه أجمعين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب نشهد أن لا إله إلا الله ونشهد أن محمد رسول الله اللهم صل وسلم وبارك عليه وعلى آله ബഹുമാന്യരായ സാദാത്യങ്ങളെ, ബഹുമാനപ്പെട്ട പരിശുദ്ധ തിജാനിയത്തിൻ്റെ അവലംബങ്ങളായ ഉലമാക്കളിൽ വളരെ പ്രസിദ്ധരായ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് അൽ ആരിഫ് ബില്ലാഹ് സയ്യിദി മുഹമ്മദ് അൽ ഹാഫിദ് അത്തിജാനി റളിയല്ലാഹു അൻഹു. മഹാനവർകള രണ്ട് കിതാബുകളായ ഖസ്ദുസ് സബീൽ അതുപോലെ ഫസ്ലുൽ മഖാൽ, ഈ രണ്ട് കിതാബുകളെയും ആധാരമാക്കി നമ്മൾ ഏകദേശം 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു ദർസ് ആരംഭിച്ചിരുന്നു. 15 ഭാഗത്തോളമാണ് അത് എത്തിയതിന് ശേഷം പിന്നീട് അത് മുന്നോട്ട് പോയിട്ടില്ല. അതിൻ്റെ 15 ഭാഗങ്ങളും നമ്മളെ ചാനലിൽ ലഭിക്കും. ഖസ്ദുസ് സബീൽ എന്നത് പരിശുദ്ധ തിജാനിയത്തിനെ പരിചയപ്പെടുത്തുന്ന അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ ഔറാദുകളും തിജാനിയത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയുന്ന ചെറിയൊരു ഗ്രന്ഥമാണ്. ഫസ്ലുൽ മഖാലാണെങ്കിൽ ഖസ്ദുസ് സബീലിൽ തന്നെ പറഞ്ഞ പരിശുദ്ധ തിജാനിയത്തിൽ നിന്നും തൽക്ഷണം മുരീദിനെ പുറത്ത് ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ ത്വരീഖത്തിൽ നിന്ന് പുറത്തു പോകുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ച് മഹാനവർകൾ വിശദീകരിച്ച ഒരു ഗ്രന്ഥമാണ് ഫസ്ലുൽ മഖാൽ എന്ന ഗ്രന്ഥം. ഇപ്പൊ ഇത് രണ്ടും കൂടി വെച്ചാണ് നമ്മൾ ദർസ് ആരംഭിച്ചിരുന്നത്. മഹാനവർകൾ ഖസ്ദുസ് സബീൽ എന്ന ഗ്രന്ഥത്തില് പരിശുദ്ധ തിജാനിയത്തിന്റെ നിബന്ധനകളെ 5 തരംതിരിച്ചിരുന്നു. ഒന്നാമത്തത് തിജാനിയത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിബന്ധനകൾ. നിങ്ങളത് കേട്ടാൽ മതി, വിശദീകരിച്ച് ഉണ്ടാവും. ശുറൂത്തു സുഹ്ബ അൽ ഖാസ്സ ബൈന ശൈഖ് വ മുരീദി, ശൈഖും മുരീദുമായി ഉണ്ടാവേണ്ട സവിശേഷ ബന്ധത്തിനുള്ള നിബന്ധനകൾ. അഥവാ ഒരു ശൈഖും മുരീദും തമ്മിലുള്ള ബന്ധത്തിന് അത് നിലനിൽക്കാൻ അത് എങ്ങനത്തെ ബന്ധം? സാധാ ഒരു ബന്ധമല്ല. ആ പ്രത്യേക ത്വരീഖത്തുമായിട്ടുള്ള ബൈഅത്തിന്റെ ബന്ധം നിലനിൽക്കുന്ന പ്രത്യേക നിബന്ധനകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിൽ ഒന്നാമത്തെ നിബന്ധന പറഞ്ഞു കഴിഞ്ഞു. അതെന്താണെന്ന് പറഞ്ഞാൽ അൽ ഇൻഫിറാദു ബിഹാദിഹി ത്വരീഖത്തി തൂലൽ ഹയാ, ഈ പരിശുദ്ധ തിജാനിയ ത്വരീഖത്തുമായി ജീവിതത്തിലുടനീളം അവൻ ഏകനായിരിക്കണം. അഥവാ മറ്റൊരു ത്വരീഖത്തും ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കരുത്. ത്വരീഖത്ത് സ്വീകരിക്കുന്ന സമയത്ത് ഇത് മാത്രമേ പാടുള്ളൂ. മറ്റേതെങ്കിലും ത്വരീഖത്തുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കും വരെ മറ്റൊരു ത്വരീഖത്തും ഇതിനോടൊപ്പം സ്വീകരിക്കാനോ ഒന്നും പറ്റൂല. ഇതാണ്
പറഞ്ഞത്. 3 ഭാഗങ്ങളിൽ ആ വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ 2ാമത്തെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അഥവാ ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധത്തിന്റെ സവിശേഷ ബന്ധം നിലനിൽക്കുന്ന നിബന്ധനകളിൽ 2ാമത്തേത്. ഈ നിബന്ധനകൾക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇതിനെ പൊളിച്ചാൽ, ഈ നിബന്ധനകൾക്ക് വിഘാതം സംഭവിച്ചാൽ തൽക്ഷണം ത്വരീഖത്തിൽ നിന്നും പുറത്തു പോകും. മനസ്സിലായില്ല? ഓക്കെ. അതില് ഏറ്റവും ഗൗരവപ്പെട്ട ഒരു നിബന്ധനയാണ്, വളരെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു നിബന്ധനയാണ് ഏത്? ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോണത്. മനസ്സിലാക്കണം നിങ്ങൾ. ഏത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ നിബന്ധന ത്വരീഖത്തിനകത്തും പുറത്തും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പരിശുദ്ധ തിജാനിയത്തിനെ എതിർക്കാനായി കടന്നു വന്ന അഹ്ലുസുന്നത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്നും ഈ നിബന്ധനയെ എടുത്തുകാട്ടി ഭയങ്കര എതിർപ്പ് തിജാനിയത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ത്വരീഖത്തിന്റെ അകത്തുള്ള പലരും ഈ നിബന്ധനയിൽ കൈകടത്തിയിട്ടും കുറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ്. വളരെ നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം. എന്താണത് ആ നിബന്ധന? അതാണ് ആദ്യം ഖസ്ദുസ് സബീൽ മഹാൻ പറയാൻ പോകുന്നത്. ആര്? ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ ഹാഫിദ് അത്തിജാനി റളിയല്ലാഹു അൻഹു. ഇതിലെ ഓരോ വരികളും ഇവിടെ ഇരിക്കണ പ്രാസംഗിക, നിങ്ങളോട് സംസാരിക്കുന്ന ഈ പ്രഭാഷകനോ അല്ലെങ്കിൽ ഈ മുഅല്ലിമോ ഉണ്ടാക്കിയതല്ല. അങ്ങനെ തോന്നിയത് പറയാൻ പറ്റൂല. നല്ല ശ്രദ്ധിക്കണേ. ഓരോ വരിയും ആരെ വാക്കുകളാണ്? ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഹാഫിദ് അത്തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. അപ്പൊ ഇതിന്റെ മൂല്യം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അഥവാ ത്വരീഖത്തിന്റെ അകത്ത് നിന്ന് പലരും ഇതിൽ കലർത്തിയ മായത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണമല്ലോ. ഈ നിബന്ധനയുമായി ബന്ധപ്പെട്ട് അതിന് കുറച്ച് സംഭവങ്ങളും കൂടി ഞാൻ പറയാം. പരിശുദ്ധ തിജാനിയത്ത് കേരളത്തിലേക്ക് ആദ്യമായി എത്തിപ്പെടുന്ന സമയത്ത് അവലംബയോഗ്യരായ മുഖദ്ദമീങ്ങൾ ഇല്ലായിരുന്നു. എത്ര കാലത്തോളമെന്നറിയോ? ഏകദേശം 1998 കാലയളവിലാണ് നമ്മളെ അറിവ് പ്രകാരം തിജാനിയത്ത് ആദ്യമായി കേരളത്തിൽ നമ്മളെ അറിവ് പ്രകാരം എത്തിച്ചേരുന്നത്. 1998. അങ്ങനെ ഏകദേശം 5-6-7 വർഷത്തോളം ഒരു അവലംബയോഗ്യനായ മുഖദ്ദമും നമ്മൾ തിജാനിയത്തിൽ കേരളത്തിൽ ഇല്ലായിരുന്നു. മനസ്സിലാക്കണേ. അന്ന് കാര്യമായി ആദ്യത്തെ ഒരു മുഖദ്ദമായി അറിയപ്പെട്ട ആള് മൂപ്പര് പിൽക്കാലത്ത് തിജാനിയത്തിന്റെ മുൻകിറായി മാറി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നമ്മളെയൊക്കെ. അതേപോലെ മറ്റൊരാൾ, അയാൾ പിന്നെ അത്ര അറിയപ്പെട്ടില്ല, അയാളും ഇതേപോലെ തിജാനിയത്ത് ഒഴിവാക്കി. വേറെയും ചില ആൾക്കാർ, അന്ന് കുറെ മുഖദ്ദമീങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കുറെ മുഖദ്ദമീങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കാർക്കും പരിശുദ്ധ തിജാനിയത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയരായി മുഖദ്ദമായിട്ട് അറിയപ്പെട്ട മർഹൂം മഹ്മൂദ് അൽ ഫർത്തവി എന്ന് പറയപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി പോയി. പരിശുദ്ധ തിജാനിയത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്തവരാണ്. നമ്മളെ സീതി അഹമ്മദ് എന്നവരെ പിതാവ്, അവര് പോലും ഈ വിഷയത്തിൽ എന്തായിട്ടുണ്ട്?
ആ ഒരു പരിഗണനാർഹനീയരായ തഖ്ദീമിന്റെ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ല. എന്തുകൊണ്ട്? അത് ഇവരെ പ്രശ്നമായിരുന്നോ? അല്ലേ, ഇവരെ പ്രശ്നമായിരുന്നില്ല. ഇവർ സ്വീകരിച്ച സനദിൽ പരിശുദ്ധ തിജാനിയത്തിന്റെ പാരമ്പര്യ ശൈലിയിൽ നിന്നും വേറിട്ട വീക്ഷണഗതികൾ ഉണ്ടായിരുന്നു. അവർക്ക് എവിടെ നിന്നാണോ അത് ലഭിച്ചത് അവരതെന്തായി എത്തിച്ചു എന്നുള്ളത് മാത്രം. യഥാർത്ഥത്തിൽ പരിശുദ്ധ തിജാനിയത്തിൽ ആദ്യമായി ഇവിടെ കടന്നു വന്ന മഹത്തായ സനദ് വളരെ വളരെ കിടയറ്റ, അല്ലെങ്കിൽ ഒരു കുറവുമില്ലാത്ത പരിപൂർണമായ ഒരു സനദാണ്. അത് ബഹുമാനപ്പെട്ട അല്ലാമ അഹ്സൻ അൽ ബഅഖീലി എന്ന് പറയുന്ന മഹാത്മാവിന്റെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ഹറമൈനിയിൽ ജീവിച്ച വലിയ ആരിഫായ വലിയായ മുഹമ്മദ് അൽ ഹസൻ അൽ ജക്കാനി റളിയല്ലാഹു അൻഹുവിന്റെ സനദായിരുന്നു ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ പിന്നീട് ഇതിന്റെ ആദ്യ വക്താക്കൾ തന്നെ ആ സനദിനെ കാര്യമായി ശ്രദ്ധിക്കാതെ, ആ മുഖദ്ദമിൽ നിന്നും കാര്യമായി പരിശുദ്ധ തിജാനിയത്ത് പഠിക്കാതെ എന്ത് ചെയ്ത് അവര് നൈജീരിയയിലെ ഷെയ്ഖ് ഇബ്രാഹിം സ്വാലിഹ് ഹുസൈനി എന്നവരെ ബൈഅത്ത് ചെയ്ത് അവരിൽ നിന്നും ഈ ത്വരീഖത്തിന്റെ ശുറൂത്തുകളിൽ വേറിട്ട ഒരു ശൈലി വെളിപ്പെട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തിൽ കാര്യമായും ആ ഒരു വേറിട്ട ശൈലി നമുക്ക് കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഷർത്തിൽ നിന്നും വേറിട്ട ആ ശൈലി ത്വരീഖത്തിൽ നിന്നും പുറത്തു പോകുന്ന ഒരു ഘടകമേ അല്ല. ഓക്കെ, മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പം പറയാൻ പോകുന്ന ഷർത്തിലെ ഒരു ഭാഗം അവരെന്തായിട്ടുണ്ട്, ഉദാസീനത കാണിച്ചിട്ടുണ്ട്. അത് കാരണം അങ്ങനെ ചെയ്യുന്നവർക്ക് ആ ഷർത്തിന് വിരുദ്ധം ചെയ്യുന്നത് ത്വരീഖത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പ്രശ്നമേ അല്ല എന്നവർ കണ്ട്. അവരങ്ങനെ കാണാനും കാരണമുണ്ട്. അത് പരിശുദ്ധ തിജാനിയ ലോകത്ത് വലിയൊരു വിഭാഗം അങ്ങനെ വീക്ഷിച്ചിരുന്നു. ഇത് കാരണം ഒരുപാട് പേര് അപകടത്തിലായി. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഹാഫിദ് അത്തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫസ്ലുൽ മഖാൽ അവിടെയാണ് പ്രസക്തമാവുന്നത്. മഹാനവർകൾ ഈ ഒരു ചെറിയ കൃതി രചിച്ചുകൊണ്ട് അതിൻ്റെ കാര്യമായ ചർച്ച തന്നെ ഈ ഷർത്തിനെ പരിപൂർണമായി സ്ഥിരപ്പെടുത്തലാണ്. നമ്മളിതറിയുന്നത്, അതായത് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന നമ്മളിപ്പോൾ ഈ നിലകൊള്ളുന്ന പരിശുദ്ധ തിജാനിയത്തിന്റെ ആദ്യ സാവിയുടെ അഹലുകാര് കുറച്ചു പേര് നമ്മൾ കോഴിക്കോട് ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കിതാബ് നൂറു സിറാജ് എന്ന ഗ്രന്ഥം നമ്മുടെ ബഹുമാന്യ മുഖദ്ദം സിദി മുഹമ്മദ് റാദി കന്നൂൻ തങ്ങള് അത് പരിഭാഷപ്പെടുത്താൻ പറഞ്ഞു. അത് പരിശുദ്ധ തിജാനിയത്തിന്റെ ഫിഖ്ഹാണ്. ആരാണ് അതിന്റെ രചയിതാവ്? ബഹുമാനപ്പെട്ട അഹ്മദ് സുഖീർജി റളിയല്ലാഹു അൻഹു. അതായത് ഇപ്പറഞ്ഞ ഷെയ്ഖ് ഇബ്രാഹിം സ്വാലിഹ് ഹുസൈൻ തങ്ങളെ ഷെയ്ഖായ ഇബ്രാഹിം നിയാസുൽ കൗലഖി എന്നവരെ ഷെയ്ഖായ ബഹുമാനപ്പെട്ട അഹ്മദ് സുഖീർജി റളിയല്ലാഹു അൻഹു മഹാന്റെ ഗ്രന്ഥം അത് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഷർത്തിന്റെ പൂർണ്ണരൂപം ആര് കാണുന്നത്? നിങ്ങൾക്കിപ്പോ സംസാരിക്കുന്ന വ്യക്തി കാണുന്നത്. അള്ളാഹു ആണെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്താണിത്? അതായത് നമ്മൾ നിരാക്ഷേപം പ്രവർത്തിക്കുന്ന ഒരു കാര്യം ത്വരീഖത്തിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണെന്ന് മാത്രമല്ല വലിയൊരു ഗൗരവമാണെന്ന് അന്നാണ് അറിയുന്നത്. എത്ര വർഷം കഴിഞ്ഞിട്ട്? ഏകദേശം 5-6 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ തന്നെ ഞാൻ വേഗം ബഹുമാനപ്പെട്ട വ്യക്തി വിഷയം അറിയിച്ചു. സയ്യിദി, ഞങ്ങളെ കേരളത്തില് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, നമുക്കിതൊരു പ്രശ്നമേ അല്ല.
അപ്പൊ നമ്മളൊക്കെ ഈ അടുത്ത് പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കിതാബ് തങ്ങൾ പറഞ്ഞതനുസരിച്ച് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞ് നിങ്ങളൊക്കെ ത്വരീഖത്തിൽ നിന്ന് പുറത്തായി. അങ്ങനെ ആകെ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ തങ്ങൾ പറഞ്ഞ് ഒരു നിബന്ധന ഞാൻ വെക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ബൈഅത്ത് ഞാൻ പുതുക്കിത്തരാം. കൂടെ ഉള്ളവരടുത്തും പറയുക, ഇനി മേലാൽ ഈ ഷർത്തിന് വിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിക്കരുത്. പ്രവർത്തിച്ച ഇനി ത്വരീഖത്തിലേക്ക് മടങ്ങാൻ കഴിയൂല. അന്ന് ഈ വിഷയം ഞാൻ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാ തിജാനികളെയും അറിയിച്ചു. എല്ലാവരെയും. വലിയൊരു വിഭാഗം അന്ന് നമ്മളെ കൂടെ വന്നു. വലിയൊരു വിഭാഗം എന്തായില്ല, വന്നില്ല. അവിടെ വെച്ചാണ് അള്ളാഹുവാണ് കേരളത്തിലെ പരിശുദ്ധ തിജാനിയത്തിൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുന്നത്. അന്നാണ്. അന്ന് തങ്ങൾ എല്ലാവർക്കും ബൈഅത്ത് എന്തായി നമുക്ക് പുതുക്കി തന്നു. അപ്പൊ ഗൗരവം മനസ്സിലായ. അപ്പൊ ഏതാണ് ആ ഷർത്ത്? ഞാൻ ആദ്യം ഏതാണ് ഷർത്ത് എന്ന് പറയാം. സിയാറത്താണ് വിഷയം. എന്താണ്? തിജാനിയത്തില് നമ്മുടെ ലോകനായകർ അൽ ഹബീബുൽ ആദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അമ്പിയാക്കളും ബഹുമാന്യരായ സഹാബത്തും നമ്മുടെ ഗുരുവന്യരായ സയ്യിദുന ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അവരെ ത്വരീഖത്തിൽ അവരെ മക്കളായ നമ്മുടെ ഇഖ്വാനികളെയും അല്ലാതെ ഒരൊറ്റ വലിയനെയും സിയാറത്ത് ചെയ്യാൻ അനുമതിയില്ല. മറ്റുള്ള ഔലിയാക്കളിലേക്ക് ഒരു നിലയ്ക്കും തിരിയാൻ പാടില്ല. അത് ജീവിച്ചവരാവട്ടെ മരിച്ചവരാവട്ടെ. അവരിൽ നിന്നും എന്തെങ്കിലും ഉപകാരം നമ്മൾ ഉദ്ദേശിക്കാതിരിക്കട്ടെ, ഒരു നിലയ്ക്കും മറ്റ് ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാൻ പാടില്ല. ഏതോടുകൂടെ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ സ്ഥാനമാനങ്ങളെ വിശ്വസിച്ച് അംഗീകരിക്കുകയും ചെയ്യലോടുകൂടെ അവരെ ഒരു നിലയ്ക്കും മോശപ്പെടുത്താതെ, എന്നാൽ അവരെ പരിപൂർണമായിട്ടും സിയാറത്ത് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുകയും വേണം. ഇത് പരിശുദ്ധ തിജാനിയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നിബന്ധനയാണ്. മനസ്സിലായില്ല? എന്തായിരുന്നു അന്ന് സംഭവിച്ചിരുന്നത്? അന്ന് സംഭവിച്ചിരുന്നത് സിയാറത്ത് ചെയ്യാം, അങ്ങനെ പറയാം. എങ്ങനെ സിയാറത്ത് ചെയ്യാം? നമ്മൾ ഈ പറഞ്ഞ അമ്പിയാക്കൾ, സ്വഹാബത്ത്, തിജാനികൾ അല്ലാത്ത മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവരിൽ നിന്നും ഒന്നും ചോദിക്കാതിരിക്കണം, ഒന്നും ആഗ്രഹിക്കാതിരിക്കണം. അവർക്ക് വേണ്ടി ദുആ ഇരക്കാം. അള്ളാഹുവിന് വേണ്ടിയിട്ട് അവരെ പോയി സിയാറത്ത് ചെയ്യുകയും ചെയ്യാം. ഒന്നും തേടാതിരുന്നത്, ഇസ്തിഗാസ, തവസ്സുൽ, ഇസ്തിംദാദ്, തബറുക്ക്, ഇതൊന്നും ചെയ്യാതിരുന്നാൽ മതി. ഏത് മഹാത്മാക്കളെയും സിയാറത്ത് ചെയ്യാം എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. എന്നല്ല, നമ്മളല്ലാത്ത എല്ലാവരും അതിന്നും നിർബാധം തുടരുന്നുണ്ട്. എല്ലാവരും. കേരളത്തില് ഇന്ന് നിലവിലുള്ള ഇബ്രാഹിം സാലിൽ ഹുസൈനി തങ്ങളെ സനദാവട്ടെ, മറ്റ് സനദുകളാവട്ടെ, എല്ലാവരും ഈ ഒരു വിഷയത്തിൽ, അഥവാ ഇബ്രാഹിം നിയാസുൽ കൗലഹി തങ്ങളിലേക്ക് ചേർത്തി പറയുന്ന സനദിന്റെ ആൾക്കാരൊക്കെ എന്താവും? ഇത് ചെയ്യും. എന്നല്ല, ഇവിടെ നിന്ന് നമ്മളെ ഇഖ്വാനിങ്ങള് ഇവിടെ പോയി പഠിച്ചിട്ടുണ്ടല്ലോ. അസ്ഹർ ഷരീഫില് സിദി മുഹമ്മദ് അമീൻ സഫീർ, സിദി സ്വാദിഖ് ഉസ്താദ്, അതേപോലെ നമ്മളെ സ്വാദിഖ് പുളിങ്ങം ഓര്, സിദി നിസാമുദ്ദീൻ, ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കി. അവിടെ തിജാനികൾ 2 തരത്തിലാണ്, അല്ലേ? 2 തരത്തിൽ. ഒരു വിഭാഗം അമ്പിയാക്കളെയും സ്വഹാബികളെയും തിജാനികളെയും മാത്രമേ സിയാറത്ത് ചെയ്യുള്ളൂ. ഒരു വിഭാഗം ആരെയും സിയാറത്ത് ചെയ്യും, ആരെയും
പോയി സിയാർത്ത്. ആരാണവർ? ഇന്യാസികൾ അല്ലേ ഹബീബ്? ആരാണവർ? ഇന്യാസികൾ. ഇനി നമ്മൾ സീതി അഹമ്മദ് എന്നവര്, അവര് കേരളക്കാരായ ഇബ്രാഹിം സ്വാലിഹ് ഹുസൈൻ തങ്ങളെ ശിഷ്യന്മാരെ കൂടെ മിസ്രിലേക്ക് പോയിട്ടുണ്ട്. അന്ന് അഹമ്മദ് ഉണ്ടായിരുന്നത്. അന്ന് ഇവര് ഈ പറയപ്പെട്ട എല്ലാവരും റഹ്മത്തുള്ള ഖാസിമി അടക്കം എല്ലാവരും വിരോധിക്കപ്പെട്ട അഥവാ തിജാനികളല്ലാത്ത, സ്വഹാബികൾ അല്ലാത്ത മഹത്തുക്കളെ പോയി എന്ത് ചെയ്തിട്ടുണ്ട്? സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇവര് മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അതിലൊരു ഫുലാനോട് അഹമ്മദ് ചോദിച്ചത് ഇങ്ങനെ പറ്റോ? അപ്പൊ മൂപ്പര് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. എന്റെ കൽബ് ഇവരിൽ നിന്നൊന്നും യാതൊന്നും പ്രതീക്ഷിക്കാതെ സിയാറത്ത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. അതാണ് അവരെ വാദം. അപ്പൊ ഇവരെ അവസാനത്തെ വാക്ക് അതാണ്. എന്ത്? ഞങ്ങൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണില്ല, നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ സിയാറത്ത് ചെയ്യാൻ കഴിയും എന്നാണ് അവരെ വാദം. ഈ വാദത്തിന്മേൽ നിലനിന്നുകൊണ്ടാണ് എല്ലാം പോകുന്നത്. അതെല്ലാം മഹാനവറുകൾ അടിച്ചു പൊട്ടിക്കും. ആര്? നമ്മളല്ല. ആര്? മുഹമ്മദുൽ ഹാഫിദ് അത്തിജാനി. ആരാണ് മഹാൻ? ഇവരി പറഞ്ഞ ഇബ്രാഹിം സ്വാലിഹ് ഹുസൈനി എന്നവരാ ഉസ്താദ്, ഷെയ്ഖ്. കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഇതേ നിലപാടിലുള്ളവരാണ് ആര്? ഇവരെ തന്നെ സനദ് ചെന്നെത്തുന്ന ഇബ്രാഹിം അഹ്മദ് സുക്കീർജി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ സനദിലുള്ള മഹാത്മാക്കളൊക്കെ, മൊറോക്കോയിലുള്ള സകല മഹാത്മാക്കളും. അപ്പം വിഷയം നമ്മളെ ത്വരീഖത്തിന്റെ ഉള്ളിലുള്ള അഭിപ്രായ വ്യത്യാസം തിരിഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് തിരിഞ്ഞില്ലേ? ഇവിടെയാണ് നമ്മൾ പറയുന്നത്. എന്ത്? ഒരു നിലയ്ക്കും സിയാറത്ത് സയ്യിദ് അഹ്മദ് തിജാനി തങ്ങൾ പറഞ്ഞ മഹാത്മാക്കളല്ലാത്ത ഒരു വലിയനെയും ഒരു നിലയ്ക്കും സിയാറത്ത് ചെയ്യാൻ പറ്റൂല. ഒരു നിലയ്ക്കും. ഇവര് പറയുന്നതോ പറ്റും. ഇസ്തിഗാസ, തവസ്സുൽ, തബറുക്ക്, ഇസ്തിംദാദ്, ഇസ്തിശ്വാ പോലുള്ള കാര്യങ്ങൾ ചെയ്യാതെ അള്ളാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ചും നമ്മളെ ഷെയ്ഖിന്റെ സലാം പറയാൻ വേണ്ടിയിട്ടും ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്താൽ ത്വരീഖത്തിന് പുറത്ത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചെയ്തില്ലെങ്കിൽ ചെയ്താലും പ്രശ്നമില്ല. ഇവിടെയാണ് വിഷയം. കാര്യം മനസ്സിലായില്ല? കാര്യം വ്യക്തമല്ലേ? അപ്പോൾ മഹാനവറുകൾ ഈ വിഷയത്തിൽ രചിച്ച ഖസ്ദുസ് സബീൽ എന്ന ഗ്രന്ഥത്തിന്റെ അതേപോലെ ഫസ്ലുൽ മഖാലിന്റെ ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഇബാറത്തുകൾ ഇവിടെ മൊത്തം അങ്ങ് വായിക്കും. കണ്ണുള്ളവർക്ക് കണ്ണ് തുറക്കാം. ഇതിൽ വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ ഈ നിലപാടിന് ചില ഹമുക്കുകൾ പറയുന്നത് തശദ്ദുദ് എന്നാണ്. എന്താണ് തശദ്ദുദ്? ആര് തശദ്ദുദ്? ആരെയാണ് ഇവര് തശദ്ദുദ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കണത്? ഇത് ഫസ്റ്റ് ചെന്നെത്തുന്നത് ആരിലേക്കാണ്? അള്ളാഹുവിന്റെ തിരു ഹബീബ്. അത് വിഷയം വരും. രണ്ടാമത് തശദ്ദുദ് കളിയാക്കുന്നത് എവിടെ ചെന്നെത്തുന്നുണ്ട്? സയ്യിദി അഹ്മദ് തിജാനി. രണ്ട് തശദ്ദുദിൽ ആര്? ഇബ്രാഹിം നിയാസുൽ കൗലഹി തങ്ങളെ സനദിലല്ലാത്ത ബഹുഭൂരിപക്ഷം തിജാനികളും ഈ തശദ്ദുദിന്റെ വക്താക്കളാണ്. പിന്നെയാണ് തശദ്ദുദ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുക. അത് തശദ്ദുദ് ആണെങ്കിൽ ആ തശദ്ദുദിൽ തന്നെയാണ് നമ്മൾ. കാര്യം മനസ്സിലായ? ആ തശദ്ദുദിൽ തന്നെയാണ് നമ്മള്. അത് തശദ്ദുദ് അല്ല. ഇനി അത് ഭ്രാന്താണെങ്കിൽ ആ ഭ്രാന്താണ് പിടിക്കാനാണ് നമുക്ക് ഇഷ്ടം. മനസ്സിലായില്ല? ഇതാണ്. അപ്പൊ നമ്മളെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ തെളിവുകൾ എന്താ നിലപാട് ഒക്കെ നോക്കാം.
ഇതിലെ ഓരോ പദങ്ങളും വളരെ സൂക്ഷിച്ചാണ് മഹാനവർകൾ ഉപയോഗിച്ചിട്ടുള്ളത്. നോക്കാം, എന്താണ് മഹാൻ ആദ്യം പറഞ്ഞത്? പരിശുദ്ധ തിജാനിയത്തിൽ ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധത്തിന്, ഏറ്റവും സവിശേഷ ബന്ധത്തിന്റെ അടിസ്ഥാന ഈ നിയമങ്ങളിൽ, അഥവാ ഇതിന് എതിര് ചെയ്ത അപ്പം ത്വരീഖത്തിന് പുറത്തു പോകും. അതിൽ രണ്ടാമതായി മഹാൻ എണ്ണുന്നു അൻ യഖ്തസിറ മിൻ സിയാറത്തിൽ ഔലിയാഇ അൽ അഹ്യാഇ വൽ അംവാതി അലാ മൻ അദിന ശൈഖുഹു ഫി സിയാറതിഹിം മിൻ ഗൈരി ഇഅ്തിഖാദി ഹുർമത്തിൻ ഫി സിയാറതി ഗൈരിഹിം വലാ കറാഹ മഅ മഹബ്ബത്തി ജമീഇൽ ഔലിയാഇ വതഅദീമിഹിം വഇക്റാമിഹിം. എന്താ മഹാൻ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്നവരും മരണമടഞ്ഞവരുമായ ഔലിയാന്നും ശൈഖ് റളിയല്ലാഹു അൻഹു അനുവാദം നൽകിയവർ മാത്രമായി സിയാറത്തിനെ മുരീദ് പരിമിതപ്പെടുത്തണം. എങ്ങനെ? ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണമടഞ്ഞവരാവട്ടെ ഏത് തരം ഔലിയാക്കളാണെങ്കിലും സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അനുവാദം നൽകിയവരെ മാത്രമായി സിയാറത്ത് ചെയ്യുന്നതിനെ ഒരു തിജാനിയ മുരീദ് എന്താവണം? പരിമിതപ്പെടുത്തണം, അതിലൊതുങ്ങി നിൽക്കണം. തങ്ങളെ സമ്മതമില്ലാതെ സിയാറത്ത് ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം പറഞ്ഞതിന് ശേഷം ത്വരീഖത്തിന് പുറത്തുള്ളവർക്ക് നമുക്ക് മറുപടി കൊടുക്കാം. ആദ്യം അകത്തുള്ള വിഷയം ഒന്ന് തീർപ്പാക്കാം. എന്നിട്ട് മഹാൻ പറയുന്ന പരിമിതപ്പെടുത്തണമെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ സിയാറത്ത് ചെയ്യുന്നത് ഹറാമാണെന്നോ കറാഹത്താണെന്നോ കരുതാതെയാകണം ഈ പരിമിതപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായ എന്ന് പറഞ്ഞാൽ, മോനെ ഇതിനാ അതാനാ അതായത് ശ്രദ്ധിക്കണേ, നമ്മള് തിജാനികൾ സിയാറത്ത് ചുരുക്കണം, മറ്റ് ഔലിയാക്കൾ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്ത്? ഹറാമാണെന്ന, അഥവാ ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ വൻ കുറ്റം കിട്ടും, അങ്ങനെയാ? ശറഇലൊരു ഹറാമില്ലേ? അത് ചെയ്താൽ ശിക്ഷ, ചെയ്യാതിരുന്നാൽ പ്രതിഫലം, അതാണ്. അങ്ങനെ ദീൻ ഹറാമാക്കിയത് വഹാബികൾ പറയും പോലെ. ആദ്യകാലത്തെ മണ്ടൂസൻ കുറെ ഭ്രാന്തൻ വഹാബികൾ ഉണ്ടായിരുന്നു, സിയാറത്തിനെ തന്നെ എതിർക്കും. അവര് പറയും പോലെ ഇത് അവരെന്താ പറഞ്ഞത്? ഷിർക്ക്, കുഫർ, ബിദ്അത്ത് ഇങ്ങനെ പറയൂലേ? ആ രൂപത്തിൽ ഹറാം എന്നാ പറഞ്ഞത്? അല്ല. ഇനി അതിലെ കറാഹത്ത് എന്നാണോ? അഥവാ ചെയ്യാതിരുന്നാൽ നല്ലത്, ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, ആ അർത്ഥത്തില? അതുമല്ല. പിന്നെ എന്തർത്ഥത്തിലാണ്? എന്താണ് മൻഇന്റെ മേഖലയിലാണിത്. മൻഇ വേറെ, ഹറാമാക്കൽ വേറെ, രണ്ടും രണ്ടാണ്. തഹരീമും മൻഉം രണ്ട് വിഷയമാണ്. എന്താണ് ഈ മൻഇ? മൻഇ എന്ന് പറഞ്ഞാൽ ശർഇൽ, നമ്മുടെ പരിശുദ്ധ ദീനിൽ അല്ലാഹു തആല ചിലരെ പിന്തുടരാൻ, അവർ പറയുന്നത് പോലെ കേൾക്കണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചിലരുണ്ട്. ഏതുപോലെ? ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, നമ്മുടെ രാജാവിനെ പോലെ, ഖലീഫ പറഞ്ഞാൽ കേൾക്കണം. അതേപോലെ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കണം. അതേപോലെ നമ്മളെ ഷെയ്ഖ് പറഞ്ഞാൽ, നമ്മളെ ഗുരുവര്യർ പറഞ്ഞാൽ കേൾക്കണം. മനസ്സിലായ? ഇങ്ങനെ ശറഅ് കൽപ്പിച്ചിട്ടുള്ള, പിന്തുടരാൻ, പറയുന്നത് പോലെ കേൾക്കാൻ കൽപ്പിച്ചിട്ടുള്ള ആൾക്കാർ ശറഇൽ ഫർളായതിനെ ചെയ്യാതിരിക്ക് എന്നോ ശറഇൽ ഹറാമായതിനെ ചെയ്യണമെന്നോ പറയാത്ത കാലത്തോളം അനുവദനീയമായ ഒരു വിഷയത്തിൽ ചിലപ്പോ സുന്നത്തായ വിഷയത്തിലും
എന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ട് അവര് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റൂല. ഭർത്താവ് ഭാര്യയും ഇതിൽ പെടും. ഇപ്പൊ ഏതുപോലെ സുന്നത്ത് നോമ്പ് എന്താണ് അതിന്റെ ഇത്? അതായത് ശറഇൽ നോമ്പ് പിടിക്കൽ ഹറാമല്ലാത്ത ദിനങ്ങളിൽ നോമ്പ് പിടിക്കുന്നതിന്റെ വിധി എന്ത്? സുന്നത്തല്ലേ, മന്ദൂബല്ലേ, മന്ദൂബായ ഒരു കാര്യം. ഒരു ഭർത്താവ് ഭാര്യനോട് പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് പിടിക്കുന്നതിന്റെ വിധി എന്ത്? പാടില്ല, ഹറാമാണ്. ഇത് ശറഇൽ ഹറാമായത് കൊണ്ടാണോ അതോ മൻ ആയത് കൊണ്ടാണോ? മൻ. കണ്ട, അതേപോലെ തന്നെ മാതാപിതാക്കൾ, ഒരു മകൻ മാതാപിതാക്കളോട് ഇപ്പം മമ്പുറത്ത് പോവാന് കൂട്ടിലങ്ങാടിയിൽപ്പെട്ട ഒരു മകൻ ഉമ്മാനോട് ഉമ്മ ഞാനൊന്ന് മമ്പുറത്തേക്ക് പോയിക്കോട്ടെ, ഉമ്മ പറഞ്ഞു പോണ്ട, ഇന്ന് എൻ്റെ കൂടെ മോനെ നീ ഇവിടെ നിൽക്കണം. മമ്പുറത്ത് സിയാറത്ത് ചെയ്യുന്നതിന്റെ വിധി എന്ത്? സുന്ന. പക്ഷെ ഇവിടെയോ ഹറാം. എന്തുകൊണ്ട്? അത് ശറഇൽ ഹറാമായത് കൊണ്ടല്ല, മന്ന. കാര്യം മനസ്സിലായ ഹബീബ്? എന്നതുപോലെ ഷെയ്ഖിന്റെ കൽപ്പനകൾ പാലിക്കൽ മുരീദിന് എന്താണ്? നിർബന്ധമാണ്. അപ്പൊ ഷെയ്ഖ് ദീനിൽ അനുവദനീയമായ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ മുരീദിന് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തസവ്വുഫിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. വഹാബികളെ ചർച്ച ചെയ്യരുത്, അത് ഭ്രാന്താണ്, ഏതോ മതമാണ്. ആ ഭ്രാന്തന്മാരെ ഉസൂലൊക്കെ പോയി എടുത്ത് പിന്നെ തോട്ടില വല്ല ക്ലോസറ്റിലായിട്ടൊക്കെ കളയുക. അതിവിടെ ചർച്ച ചെയ്ത്, ഇവിടെ നമ്മൾ വെറുതെ അവരെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് സമയം കളയാൻ ഇല്ല. നമ്മൾ അഹ്ലുസുന്നയെ പ്രശ്നമുള്ളൂ, നമ്മളെ വിഷയം തസവ്വുഫേ ഉള്ളൂ. തസവ്വുഫിലും അഹ്ലുസുന്നയിലും ഇതെന്താണ്? പൊതുവായി അറിയപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ അറിയപ്പെട്ട ഈ ഒരു വിഷയമാണ് ഇത്. ഷെയ്ഖ് പറഞ്ഞാൽ മുരീദ് കേൾക്കണം. ആ അർത്ഥത്തിലാണ് ഇവിടെ സയ്യിദ് അഹ്മദ് തിജാനി തങ്ങൾ പറഞ്ഞ മഹാത്മാക്കളിലേക്ക് മാത്രമായി സിയാറത്തിനെ ചുരുക്കണം എന്ന് പറഞ്ഞത്. മനസ്സിലായ? തിരിഞ്ഞല്ലോ. അതുകൊണ്ടാണ് മഹാൻ പറഞ്ഞത് മറ്റുള്ളവരെ സിയാറത്ത് ചെയ്യുന്നത് ഹറാമാണെന്നോ എന്ന് പറഞ്ഞ ശറഇൽ അത് ഹറാമാക്കിയ അർത്ഥത്തിലാണ്. ആര് പറഞ്ഞതുപോലെ? വഹാബി ശൈത്താന്മാര് പറഞ്ഞതുപോലെ. കറാഹത്താണെന്നോ വിശ്വസിക്കാതെയാകണം ഈ പരിമിതപ്പെടുത്തൽ. ഇതെന്റെ ഷെയ്ഖ് എന്നോട് കൽപ്പിച്ചത് കൊണ്ട് ചെയ്യാൻ പറ്റൂല, അത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലായില്ല? ഇത് തിരിയാത്ത കുറെ ആൾക്കാരാണ് തിജാനിയത്തിൽ മറ്റു മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ അവർക്ക് പാടില്ല, പറ്റൂല പറ്റൂല പറ്റൂല. അവർ ഭയങ്കര കുറ്റമായിട്ടാണ് അത് കാണുന്നത്. അവര് വഹാബികളാണ്. എന്ത് വഹാബി? ഏത് വഹാബി? ഒരു വഹാബിയല്ല, ഒരു കുഹാബിയല്ല. വഹാബി ഇവിടെ വന്നാൽ ചിലപ്പം അവനെ അടിച്ച് നമ്മൾ ഓട്ടിക്കും. മനസ്സിലായ? അവന്റെ ആശയങ്ങളും അംഗീകരിക്കൂല. നമ്മൾ സിയാറത്ത് ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ തിരു ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലൊക്കെ ആണെങ്കിൽ ഓരോ വക്തിനും സിയാറത്ത് ചെയ്തില്ലെങ്കിലേ കുറവാണെന്ന് തോന്നുന്നവർ എത്രത്തോളം തങ്ങളെ ഹദ്റത്തില് അവിടെ ചെന്നിട്ട് അവിടുന്ന് തിരിയുമ്പോ തന്നെ ഒരു കുറവ് സംഭവിച്ചതുപോലെയാണ് ഒരു തിജാനിയുടെ മനസ്സ്. ഒരു ദിനം സിയാറത്ത് ചെയ്യാതെ ഒരു തിജാനിക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. സ്വഹാബികളെ നമ്മൾ കഷ്ടപ്പെട്ട് സിയാറത്ത് ചെയ്തവരാണ്, നമ്മൾ ചെയ്യുന്നവരാണ്. ഇഷ്ടമുണ്ട് നമുക്കത് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്മദ് തിജാനി തങ്ങളെയും അതേപോലെ അവിടുത്തെ അനുചരന്മാർക്കും വേണ്ടിയിട്ട് നമ്മൾ ശദ്ദുർ റിഹാൽ, നമ്മൾ വാഹനം കെട്ടി യാത്ര വരെ ചെയ്യും. എന്ത് സിയാറത്ത് ചെയ്യൂല എന്നാണ് പറയുന്നത്? നമുക്ക് ഇത്രയും മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യാൻ അനുമതിയുള്ളൂ, അതുകൊണ്ട് അതിൽ ഒതുക്കുന്നു. അപ്പൊ മറ്റുള്ളവര് നമുക്ക് സിയാറത്ത് ചെയ്യാൻ അനുമതിയില്ല. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റു ത്വരീഖത്തിലെ ഞങ്ങളെ സഹോദരങ്ങളോട് നമ്മൾ പറയുന്നത് എന്താണ്? അവര് സിയാറത്ത് ചെയ്യണം. ഒരു യാത്രയിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. നമ്മൾ മറ്റു ത്വരീഖത്തിലെ അഹ്ലുകാർ യാത്ര ചെയ്താൽ അവര് സിയാറത്ത് ചെയ്യണമെങ്കിൽ ഒരുവിധ എതിർപ്പും ഇല്ലെന്ന് മാത്രമല്ല, നമ്മൾ
പരമാവധി ആ വിഷയത്തിൽ സഹകരിച്ചു കൊടുക്കും. ഒരു വേദനയും ആ വിഷയത്തിൽ സന്തോഷമേ ഉള്ളൂ. അവരത് ചെയ്യണം, സാധാരണക്കാരും ചെയ്യണം. മറിച്ച് നമുക്കാണ് എന്താവാൻ പറ്റാത്തത്. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. അതൊരു മുരീദിന്റെ കമാലിയത്താണ്. മുരീദിന്റെ കമാലിയത്ത് എന്ന് മഹാത്മാക്കൾ പറയുന്നുണ്ട്, വിഷയം വരുന്നുണ്ട്. അപ്പൊ മനസ്സിലായില്ല. അപ്പോ മറ്റ് ഔലിയാക്കളെ സിയാറത്ത് ചെയ്യൽ ഹറാമാണെന്നോ കറാഹത്താണെന്നോ വിശ്വസിക്കാതെ നമ്മളെ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞവരിലേക്ക് മാത്രമായി സിയാറത്തിനെ ചുരുക്കണം. പോരാ. മഹബ്ബത്തി ജമീഇൽ ഔലിയാഇ വതഅ്ദീമിഹിം വഇക്റാമിഹിം. മറ്റ് സകല ഔലിയാക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അഥവാ അവരെ ദാത്തിനെയും ബഹുമാനിക്കണം, അവരെ സ്ഥാനത്തിനെയും ബഹുമാനിക്കണം, സ്നേഹിക്കുകയും വേണം. സ്നേഹം വേണം. ഒരിക്കല് നമ്മളെ മുഖദ്ദം സീതി മുഹമ്മദ് അർ-റാദി കന്നൂൻ തങ്ങളെ ഹദ്റത്തിലിരിക്കെ വഹാബികളെ കുറിച്ച് ചർച്ച വന്ന്, അപ്പൊ വഹാബി ആശയങ്ങൾ കൈക്കൊള്ളുന്ന പലരെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഓര് പറഞ്ഞ ഒരു വാക്കുണ്ട്. നമ്മൾ തിജാനികൾ നമ്മളെ ഷെയ്ഖ് സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിനെ മാത്രമല്ല, നമ്മളെ ത്വരീഖത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഹാനെ മാത്രമല്ല, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ഏതെങ്കിലും ഒരു വലിയനെ നിന്ദിച്ചവരെ നമ്മൾ ഒരു നിലയ്ക്കും പരിഗണിക്കൂല, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കണ്ട, ഇതാണ് പരിശുദ്ധ തിജാനിയത്തിന്റെ നിലപാട്. ഇൻഷാ അല്ലാഹ് സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളെ ഖൗൽ നമ്മൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിക്കണം എന്ന വിഷയം പറയുന്ന ഭാഗം. അതോടുകൂടി ഇതിൽ എത്രമാത്രം സൂക്ഷ്മമായിട്ട് നല്ല രൂപത്തിലാണ് ഈ ഷർത്ത് പരിശുദ്ധ തിജാനിയത്തിന്റെ അഹ്ലുകാര് സൂക്ഷിക്കണതെന്ന് മനസ്സിലാവും. ഇത് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാഫിദ് തിജാനി തങ്ങള് അവരെ ഖസ്ദ് സബീലെ ഇബാറത്താണ് ഇപ്പൊ വായിച്ചത്. മഹാനവർകൾ ശേഷം പറയുന്നു, വഖദ് നസ്സ അകാബിറു അഹ്ലി തർബിയ്യ ഫീ കുല്ലി ത്വരീഖിൻ അലാ ദാലിക്. ഈ വിഷയത്തിൽ എല്ലാ ത്വരീഖത്തിന്റെയും തർബിയത്തിന്റെ ഉന്നതരായ മശായിഖുമാർ ഇക്കാര്യം എടുത്ത് സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. വ്യാഖ്യാനത്തിന് ആവശ്യമില്ലാത്ത വിധം സ്പഷ്ടമായി ഇക്കാര്യം എല്ലാ ത്വരീഖത്തിലെയും തർബിയത്തിന്റെ എല്ലാ മശായിഖുമാരും പറഞ്ഞിട്ടുണ്ടെന്ന് ആരാ പറയുന്നത്? കണ്ട, ഇത് നമ്മളെ ത്വരീഖത്തിന്റെ പരിശുദ്ധ തിജാനിയത്തിന്റെ ഈ നിലപാട് നമ്മളത് മാത്രമല്ല, മറ്റു ത്വരീഖത്തിലും ഇത് സ്പഷ്ടമായി എല്ലാ ത്വരീഖത്തിന്റെ മഹാത്മാക്കളും പറഞ്ഞിട്ടുണ്ട്. ഫദക്കറഹു സയ്യിദി മുഹിയുദ്ദീൻ ഇബ്നു അറബി. ഫദക്കറഹു സയ്യിദി മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. ആരാ മഹാനവർകൾ? ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് തിജാനി തങ്ങളോട് ചോദിക്കപ്പെട്ട് ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാണ്? മഹാൻ പറഞ്ഞത് അൽ ജീലാനി വൽ ഹാത്തിമി. ആരൊക്കെ? ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു, മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. എന്നാൽ അവരെക്കാൾ എത്രയോ മക്കാം അല്ലാഹു തആല ഉയർത്തി. ആര് പറയാണ്? എന്നെ അല്ലാഹു തആല എത്രയോ മക്കാം ഉയർത്തിന് സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ പറയുന്നു. കണ്ട, അപ്പോ നമ്മൾ സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ മറ്റ് ഔലിയാക്കളിൽ ഏറ്റവും ഉന്നത സ്ഥാനം കൊടുത്ത മഹാനാണ് എന്നല്ല, ലോകത്തെ നിസ്തുല വ്യക്തിത്വമാണ്. അഥവാ വളരെ അല്ലാത്ത അതിഗഹനമായ വിഷയങ്ങൾ സംസാരിച്ച മഹാനാണ് ആര്? മൗലാന മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. അവർ ഇക്കാര്യം പറയുന്നുണ്ട്. വസയ്യിദി അലിയുൽ ഖവാസ്. ആരത്? ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖ്. ഇബ്നു ഹജർ അൽ ഹൈതമി. ആര്? നമ്മളെ ഷാഫിഈ മദ്ഹബിലെ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ, നമ്മൾ കേരളക്കാർ അവലംബിക്കുന്ന ഇബ്നു ഹജർ തുഫന്റെ മുസന്നിഫ് മഹാനവർകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. വശാറാനി റളിയല്ലാഹു അൻഹു. ആര്? തസവ്വുഫിന്റെ അഹ്ലുകാര് കാര്യമായി ഏതൊരു വിഷയവും സമർത്ഥിക്കാൻ ആദ്യമായി പ്രഥമമായി ഈ മഹാന്റെ ഗ്രന്ഥം എടുത്തു പറയാത്ത ഒരു തസവ്വുഫിന്റെ കലാമും ലോകത്ത് നടന്നിട്ടുണ്ടാവില്ല.
എന്തിനും മഹാന്റെ കിതാബ് തെളിവായിട്ടുണ്ടാവും. ആര്? ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് അശ്ശറാനി, വശൈഖു സറൂഖ്, നമ്മളെ ഷെയ്ത്താൻ പൊന്മളയില്ലേ, ഫിത്ന, അമുക്ക്, അയാൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ മേലെ കുതിര കയറാൻ വേണ്ടി കൊണ്ടുവന്ന മഹാനാണ് അഹ്മദ് സറൂഖ്. തർബിയത്ത് മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞ ആ മഹാനും ഇത് പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയം? ഷെയ്ഖ് പറഞ്ഞവരിലേക്ക് മാത്രം ചുരുക്കണം. വശൈഖു സമന്നൂദി റളിയല്ലാഹു അൻഹു, വശൈഖു ദർദീർ, ഖൽവത്തിയ തരീഖത്തെ നമ്മളെ ഇമാം സാവി റളിയല്ലാഹു അൻഹു ഷെയ്ഖാണ്, ശരീഷി റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ബന്ന അസ്സർഖസ്തി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അജീബ ഈഖാദുൽ ഹിമം, നമ്മളെ ഹിക്കമിന്റെ ഷറഹ് ഈഖാദുൽ ഹിമമിന്റെ മുസന്നിഫ്, വസയ്യിദി അബ്ദുൽ അസീസ് അദ്ദബ്ബാർ, സുബ്ഹാനല്ലാഹ്, ഇബ്രീസ്, കിതാബ് ഇബ്രീസിന്റെ മുസന്നിഫിന്റെ ഷെയ്ഖ്. ഈ മഹാന്റെ വാക്കുകളെ ക്രോഡീകരിച്ചതാണ് ഏത്? പിന്നെ ഇബ്രീസ്. വശൈഖുൽ കുന്തി, അത് ഖാദിരിയ തരീഖത്തിലെ വലിയൊരു മഹാനായിരുന്നു, മുഖ്താറുൽ കുന്തി. വൽ ഇമാമുൽ ഫാസി, ഷാദിലിയത്തിന്റെ. വശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് അൽ ഖാനി വൽ ഖാലിദ് നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു വഗൈറുഹും, ഇവരെല്ലാത്തവരും മിൻ സായിരി തുറുഖ് ഫഹുവ അംറുൻ മുത്തഫഖുൻ അലൈഹി ഫീമാ ബൈനഹും. ഇതാര് പറയുന്നത്? നമ്മൾ പറയുന്നതാ? അല്ല. ലോകത്ത് തിജാനികളും അല്ലാത്തവരുമായ മഹാത്മാക്കളുടെ എല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല സുന്നി പണ്ഡിതന്മാരും ഈ മഹാൻ മുഹമ്മദുൽ ഹാഫിദ് തിജാനി തങ്ങളിലേക്ക് ഹദീസിന്റെ സനദ് മുട്ടാതെ പോവില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹലീം മഹമൂദ് എന്നവരടുത്ത് ചോദിക്കപ്പെട്ടിരുന്നു. എന്താ ചോദിക്കപ്പെട്ടത്? ഇൽമുൽ ഹദീസിൽ ഇന്ന് അവലംബിക്കാൻ പറ്റുന്ന മഹാനാര് എന്ന് ചോദിച്ചപ്പോൾ 2 പേര് പറഞ്ഞു. അതിലൊന്നാണ് ആര്? മുഹമ്മദ് അൽ ഹാഫിദ് അത്തിജാനി. ബഹുമാനപ്പെട്ട നമ്മളെ കേരളത്തിലുള്ള ഉലമാക്കൾക്കൊക്കെ അറിയാന്നുള്ള ആ മഹാനാണ് മുഹമ്മദ് അലവി അൽ മാലിക്കി റളിയല്ലാഹു. മഹാനവറുകളെ ഉപ്പ സ്വന്തം മകനായ മുഹമ്മദ് അലവി മാലിക്കി തങ്ങളെ മഹാന്റെ ദർസിലേക്ക് പറഞ്ഞിച്ച് എൻ്റെ മോനെ ദർസിലെടുക്കണം എന്ന് പറഞ്ഞ കത്തിന്നും പ്രസിദ്ധമായി നിലവിലുണ്ട്. ആ മഹാനാണ് ഈ വിഷയം പറയുന്നത്. വെറുതെ പറഞ്ഞതാ അല്ല. ഈ നക്കലുകളൊക്കെ ഇന്ന് അതാത് ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അവയിൽ ചിലത് നമുക്ക് പിന്നീട് വായിക്കുകയും ചെയ്യാം. മൊത്തത്തിൽ പരിശുദ്ധ തിജാനിയത്തിൽ സിയാറത്തിന്റെ വിഷയത്തിലുള്ള നിലപാട് നമുക്ക് മനസ്സിലായല്ലോ. അത് നമ്മളെ ത്വരീഖത്തിന്റെ മാത്രം നിലപാടല്ല, എല്ലാ തസവ്വുഫിന്റെ ലോകത്ത് മുത്തഫഖുൻ അലൈഹിയായ ഒരു നിലപാടാണ് നമുക്ക് മനസ്സിലായത്. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാതിഹി ലിമാ سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.